നബിയുടെ ഓരോ ഘട്ടങ്ങളും ദുആ ദിക്റിലാണ്. അതങ്ങനെ തന്നെ പകർത്തിയ സ്വഹാബത്തിന്റെ ദിവസങ്ങളും ആരംഭിക്കുന്ന ദുആ ദിക്റിലാണ്. ഓരോ പ്രശ്നങ്ങളുമായി അവർ ഹബീബിന്റെ ചാരത്ത് ചെല്ലുമ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ഓരോ ദിക്റുകൾ, ഒരുപാട് ദുആകൾ, അത് മുഴുവനും അള്ളാഹുവിനോടാണ്. ഒന്നുപോലും യാ മുഹമ്മദാന്നില്ല, ഒന്നുപോലും യാ മുഹമ്മദേ എന്നില്ല. ഒക്കെ അല്ലാഹുമ്മ റബ്ബന റബ്ബി എന്നതല്ലാതെ ഒരു ദുആ പോലും ഇസ്ലാമിൽ പഠിപ്പിക്കപ്പെടുന്നില്ല. വിശുദ്ധ ഖുർആനിൽ നബിമാരെ പ്രാർത്ഥന എമ്പാടും കാണാം. എല്ലാം അള്ളാഹുവിനോടാണ്. ഹബീബായ മുഹമ്മദ് മുസ്തഫയുടെ ദുആകൾ കാണാം. എല്ലാം അള്ളാഹുവിനോടാണ്. ഒന്നുപോലും ഈസാ നബിയോടോ മൂസാ നബിയോടോ ഒരു മഹാത്മാവിനോടും ഒരു തേട്ടം പോലും അതിലില്ല. ഒരു ദിക്ർ പോലും അവിടെ ഇല്ല. അല്ലാത്തവരോടില്ല. അതല്ലേ ഇസ്ലാം. എന്നാൽ നമ്മുടെ നാട്ടിലെ ദുആ ദിക്റുകളൊക്കെ അട്ടിമറിച്ചു. എല്ലാറ്റിലും അട്ടിമറിച്ചു. പുതിയ പുതിയ ദിക്റുകളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. നമ്മൾ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് ലാ കണ്ണ ഇല്ലല്ലാ, ലാ പള്ള ഇല്ലല്ലാ, ലാ പുക്കള ഇല്ലല്ലാ. ഞാൻ താഴത്തേക്ക് പോകണില്ല, അതുവരെ അതിലുണ്ട്. അങ്ങോട്ട് മറിഞ്ഞിട്ട് വഹദത്തുൽ വുജൂദ് അദ്വൈതവാദം മറിഞ്ഞിട്ട് ആദി ഒളീവായി അത് താൻ വെളീവായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണാം. ഒരു ത്വരീഖത്തര സോങ്ങനുണ്ട്. എന്താണ്? അവസാനം അത് വന്ന് മക്കത്തുദിച്ചനും ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയാണ് മുഹമ്മദായി വരുന്നത്. അതായത് എന്താ പറയുക, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാന മതർമസ്യ തദാത്മന സുധാമ്യഹിം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായാം സംഭവാമി യുഗേ യുഗേ. അതിന്റെ പച്ചറവി അങ്ങനെ തന്നെ കോപ്പിടിച്ചു. എന്ത്? ദൈവം മനുഷ്യരായി അവതരിക്കുന്നു എന്ന അദ്വൈത സങ്കല്പത്തെ അങ്ങനെ തന്നെ നട്ടിമറിച്ചിട്ട് അങ്ങനെ തന്നെ ഫോട്ടോഷാറ്റ് എടുത്തുക. എന്തിന്? സൂഫിസം. ശുദ്ധ ശൈത്താനിയത്താണ് സൂഫിസം എന്ന് പറഞ്ഞത്. സൂഫിസവും ത്വരീഖത്തും രണ്ടും നരകത്തിലേക്കാണ്. ഇത് രണ്ടിന്റെയും ഉസ്താദാര? ഷിയായിസമാണ്. ഷിയായിസത്തിന്റെ വാപ്പയാര? യഹൂദിയത്താണ്. യഹൂദിയായ അബ്ദുല്ലാഹിബ്നു സബഇന്റെ സൃഷ്ടിയാണെന്ത്? ഷിയായിസം. ആ ഷിയായിസത്തിന്റെ പതിപ്പാണെന്ത്? സൂഫിസം. ആ സൂഫിസത്തിന്റെ ബാക്കിയാണെന്ത്? ത്വരീഖത്ത്. ഒരൊറ്റ ത്വരീഖത്തുള്ളതാ അള്ളാഹിന്റെ റസൂലിന്റെ ത്വരീഖത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ത്വരീഖത്തിലായി പറഞ്ഞ ദിക്റൊക്കെ അള്ളാഹിനോട്. പക്ഷെ ത്വരീഖത്തിന്റെ മേഖലയിൽ ചെന്നാൽ ഹാ ഹൂ ഹീ ഹൈ, ഹാ ഹൂ ഹീ ഹൈ, ലാ ലാ ഹാ ഹാ, എന്തൊക്കെയോ പ്രാന്ത് ഇങ്ങനെ നട്ടപ്പാതിരക്ക് വിളിച്ചറിയാം. എന്തൊക്കെയോ വിളിച്ച പോലെ ഇവർക്കെന്നൊരു ഐഡിയ ഇല്ല. അവസാനം പറഞ്ഞു ഹാ ഹു ഹീ ഹൈ, ഹാ ഹു ഹീ ഹൈ. പേടിച്ചു പോയി. പണ്ടൊരു കഥ ഉണ്ട്, കോയമ്പത്തൂർ ഭാഗത്തോടെ നടന്ന. പകുതി തമിഴും പകുതി മലയാളമാണ്. കഥയാണോ ചരിത്രമാണോ എനിക്കറിയില്ല. സംഭവം ഭയങ്കര തമാശയാണ്. എന്താ അറിയോ, ഈ റാത്തീബ് കേട്ടോ നിങ്ങൾ? റാത്തീബ് കുത്തുബിയത്ത് ടീമൊക്കെ റാത്തീബ് സംഘങ്ങൾ. എന്തെങ്ങൾക്ക് റാത്തീബ് അറിയില്ലേ? അല്ല, നിങ്ങൾ ആദ്യം തന്നെ മുജാഹിദായിരുന്നു അല്ലല്ലോ? നമ്മളൊക്കെ മരത്തിന് അതിന് പോന്നല്ലേ. ഈ പരിപാടി ഇങ്ങനെ നടക്കുകയാണ്. അപ്പൊ അയൽവാസിയായ കോയമ്പത്തൂർക്കാരൻ ആകെ പൊടിച്ചു, നട്ടപ്പാതിരക്ക് വച്ചി മുളി ആകെ. ഇയാള് പിറ്റേന്ന് ചോദിച്ചു, എന്നാ ഉങ്ക വീട്ടില് വേണ്ട മലയാളത്തിൽ പറയാം, നിങ്ങളെ വീട്ടിലെന്താ ഭയങ്കര ഒച്ചയും ശബ്ദമൊക്കെ ഇന്നലെ രാത്രി, എന്താ പ്രശ്നം ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ ആഗ്രഹ സഫലീകരണമാണെന്ന്. ആ മൂപ്പർ ചോദിച്ചു, അല്ല അതിന് ജാതി മതം ഉണ്ടോ ചോദിച്ചു. ഏയ് നമുക്ക് പറ്റൂ. നമുക്ക് പറ്റുന്ന അന്നാ നിങ്ങൾ ഓരോ വിളിക്കുന്നു. അങ്ങനെ പോണത് നിങ്ങളെ വടകരയിന്നാ. ഇവിടേക്കുള്ള ത്വരീഖത്തിന്റെ കേന്ദ്ര വടകരയിന്നോ നാദാപുരത്തുനിന്നോ അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ ആൾക്കാരെ കൊണ്ടുപോയി. അവസാനം നോക്കുമ്പോൾ എണ്ണം തികയണില്ല. അപ്പുണ്ട് സുലൈമാനെ. സുലൈമാൻ റോട്ടിൽ ഇങ്ങനെ ഫുള്ള് ഹാപ്പി ആയിട്ട് അത് വീല് അഹ്ലുസുന്നത്തിന്റെ 22 ക്യാരറ്റാ വെള്ളടിച്ചിട്ട് നിൽക്കണം. അപ്പൊ സുലൈമാനെ കൂട്ടി പോയി എന്നാ. അങ്ങനെ ചെന്ന് രാത്രി ചന്ദനത്തിരെ കത്തിച്ച് അങ്ങനത്തെ കലാപരിപാടി നിങ്ങൾക്ക് അറിയല്ലോ. അങ്ങോട്ട് തുടങ്ങിയില്ലേ, അങ്ങനെ. ഇവനത് മുഴുവൻ മനസ്സിലായില്ല. കാരണം ഇപ്പം വരാണെങ്കിൽ ഒരു കുപ്പിയും കൂടി കൊടുത്തേക്കണം എക്സ്ട്രാ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയമാണല്ലോ. അപ്പൊ കുപ്പി എന്തായാലും വേണ്ടി വരും. ഇവനൊന്നും മനസ്സിലായി. ഒരു കാര്യം മാത്രം ഇവൻ ഓർക്കാം, ലൈസൻസ് ഇല്ല ഇല്ലല്ലാ, ലൈസൻസ് ഇല്ല. ഇപ്പൊ അങ്ങനെ പറയാൻ തുടങ്ങി, ലൈസൻസ് ഇല്ല ഇല്ലല്ലാ.
ഇതാണ് കഴിഞ്ഞോടുകൂടി പണിക്കാരൻ ഈ പരിപാടി വെച്ചാൾ ഓടി വന്നിട്ട് കാലുമണ വീണ്. ഓൽക്ക് കാലുമ വീണ പരിചയമാണ്. എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ കടക്ക് ലൈസൻസ് ഇല്ല എന്നുള്ളത്? ഇങ്ങനെ കുറെ തമാശകളൊക്കെ വിഷയത്തിലുണ്ട് പ്രിയമുള്ളവരെ. ഇതാണ് കഥ. എന്താ ഈ പറയണമെന്ന് ചൊല്ലണോന്നറിയില്ല, ഇരിക്കണോന്നറിയില്ല. കാരണം യാതൊരു അസുറില്ലാത്ത സാധനം ത്വരീഖത്താണ്. ത്വരീഖത്ത് എന്ന് പറഞ്ഞാൽ ശുദ്ധ ശൈത്താനിയത്താണ്. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർ ഇത്രയും പഴക്കാൻ കാരണം എന്തറിയോ? ഈ ത്വരീഖത്തിനെയും സൂഫിസത്തിനെയും കൂട്ടുപിടിച്ചു എന്നുള്ളതാണ്. അത് ശിയായിസമാണ്, അത് യഹൂദിയത്താണ്. കോപത്തിനിരയായവരുടെ മാർഗമാണത്. മഅദല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാല് അത്തരത്തിലൊരു ദിക്റാണ് ഹാ ഹൂ ഹീ ഹയ്യുൻ. അപ്പൊ നമ്മുടെ നാദാപുരത്തൊരു ഉസ്താദ് ഒരിക്കൽ പറഞ്ഞു, അത് ഹാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകാത്തോണ്ടാണ്. ഹാ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ. അപ്പൊ ഹൂ എന്ന് പറഞ്ഞാലോ ഇല്ലല്ലാഹു. അപ്പൊ ഹി എന്താ? മുഹമ്മദുർ റസൂലുള്ളാഹി. തിരക്കടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഹാ ഹൂ ഹി ഹയ്യ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് തോന്നുന്നുണ്ട്. ഹയ്യൻ ഷോർട്ടാക്ക. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുകയാണേ ഇതിന്റെ ഹാലിൽ ജദ്ബ് പറഞ്ഞ മൂച്ചിപ്പിരാന്ത് തന്നെ മലയാളത്തിൽ പറഞ്ഞ ജദ്ബ് പറഞ്ഞ മൂച്ചിപ്പിരാന്ത്, തനി വട്ട്. അതിന്റെ ഹാലിൽ അങ്ങോട്ട് കയറിയ മർത്തബയിലേക്കൊക്കെ എത്തിയ ആൾക്കാർ ഓലെന്ത് ചെയ്യും? ഓലങ്ങനെ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിൻ്റെ ഇതൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല. അത് മഹാന്മാരായിട്ടുള്ളവരായിട്ടുള്ളതാണ്. ബാക്കിയൊന്നും നമുക്കറിയില്ല. അങ്ങനെ പറയാം. നോക്കി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ ഒരു വിഷയത്തെയാണ് അട്ടിമറിച്ചത്. ഹാഹൂ. അങ്ങനെ ഒരു ദിക്റെവിടെ? അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച എത്രയോ ദിക്റുകളില്ലേ? അതിലെവിടെയാണ് ഹാഹൂ? അതിലെവിടെയാണ് ഹാഹു? അതിലെവിടെയാണ് ഹീ ഹയ്യുൻ? ഇല്ലല്ലോ പ്രിയമുള്ളവരെ, അങ്ങനല്ല. അതുകൊണ്ട് ഈ നശിച്ച നരകത്തിലേക്കുള്ള ഈ ബിദ്അത്ത് കയറി വന്നു. അപ്പൊ എന്തായി? ആളുകൾ പഴക്കാൻ തുടങ്ങി, ആളുകൾ നാശത്തിലേക്ക് പോകാൻ തുടങ്ങി. ഈ ത്വരീഖത്തിന്റെ ദിക്റുകൾ ഇങ്ങനെയാ മനുഷ്യരെ കൊണ്ട്, ഉള്ളതൊന്നും മനുഷ്യരെ കൊണ്ട് ചൊല്ലിപ്പിക്കൂല. ഏതുവരെ വെച്ചാല് നിസ്കാരം കഴിഞ്ഞിട്ട് ചെല്ലണ ദിക്റും കൂടി മനുഷ്യന്മാർക്ക് എപ്പോഴും അറിയില്ല. വീട്ടിൽ കയറുമ്പോൾ ദിക്ർ അറിയില്ല, ഇറങ്ങുമ്പോൾ ദിക്ർ അറിയില്ല, കക്കൂസ് പോകുമ്പോൾ എന്താ ദിക്ർ എന്നറിയില്ല. എന്തിന്? ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴുള്ള ദിക്ർ പോലും ആളുകൾക്കറിയില്ല. എത്ര ദിക്റാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച്? ഇതിങ്ങനെ ഷോർട്ടാക്കാൻ നിന്നാൽ എന്തൊക്കെ ഷോർട്ടാക്കേണ്ടി വരും? ഒരാൾ നിസ്കരിക്കാൻ കൈയ്യട്ടി, അപ്പോൾ അയാൾ പറഞ്ഞു 12, 24, 36, 28, 17 കേട്ടുക്കണ പറഞ്ഞു. ചെങ്ങനക്ക് പ്രാന്താണ് വെച്ചു. അപ്പൊ എന്താ വെച്ചാല് 756 ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇങ്ങനെ ഓരോന്നിനൊരു കണക്കിട്ടിട്ട് നമ്മളൊന്ന് ഉണ്ടാക്കുക. അംഗീകരിക്കോ? നമ്മൾ അംഗീകരിക്കോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വേണം 756. ഇതാരുണ്ടാക്കിയത്? ഇസ്ലാമായിട്ട് എന്താ ബന്ധം അതിനുള്ളത്? ഇങ്ങനെ ഓരോന്നുണ്ടാക്കുക. എന്നിട്ടോ 25 അല്ല എന്താ കഴിച്ച സലാം കിട്ടിയത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നമ്മൾ അംഗീകരിക്കൂല. എന്തുകൊണ്ട് അംഗീകരിക്കൂല? അത് ഇസ്ലാം അല്ലാത്തത് കൊണ്ട് അംഗീകരിക്കൂല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് അല്ലാത്തത് കൊണ്ട് അംഗീകരിക്കൂല. ഇത് പറയുമ്പോഴും ആളുകൾ പറയും, ഞങ്ങളുടെ പിതാക്കൾ എന്തൊന്നുമായാണോ ഞങ്ങൾ കണ്ടുപോയത് അത് തന്നെ മതി ഞങ്ങൾക്ക് എന്നാവോ അവർ പറയാ. എന്നാ നിങ്ങളൊന്ന് ആലോചിക്കണേ, ഇത്തരം ആളുകളുടെ പര്യവസാനം എന്താണെന്നറിയോ? എന്താണ് പര്യവസാനം എന്നറിയോ? യൗമ തുഖല്ലബു വുജൂഹും ഫിന്നാരി يقولون يا ليتنا أطعنا الله وأطعنا الرسول. അവരുടെ മുഖങ്ങൾ നരകത്തിൽ കീഴ്മയിൽ മറിക്കപ്പെടുന്ന ദിവസം അവർ പറയും, ഞങ്ങളും അല്ലാഹുവേയും അവന്റെ റസൂലിനെയും അനുസരിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, കിതാബിലേക്കും സുന്നത്തിലേക്കും ഞങ്ങൾ വന്നിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വഖാലൂ റബ്ബനാ ഇന്നാ അത്അനാ സാദതനാ വകുബറാഅനാ ഫഅദല്ലൂന സബീല. ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾ ഞങ്ങളുടെ നേതാക്കന്മാരെയും ഞങ്ങളുടെ പ്രമുഖന്മാരെയും അനുസരിക്കുകയും അങ്ങനെ അവർ ഞങ്ങളെ വഴിതെറ്റിക്കുകയുമാണ് ഉണ്ടായത്. ഇവിടുന്ന് എന്ത് പറയുമ്പോഴും നേതാക്കന്മാർ, ഇവിടുന്ന് എന്ത് പറയുമ്പോഴും പ്രമുഖന്മാർ അവരെങ്ങനെയാണ്, ഇവരിങ്ങനെയായിരുന്നു, അതുകൊണ്ട് ഞങ്ങളും അങ്ങനെ. അതുകൊണ്ട് റബ്ബേ, ഇവർ ഞങ്ങളെ വഴി പിഴപ്പിച്ചതാണ്. റബ്ബനാ ആതിഹിം ളിഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. ഞങ്ങൾ
ഞങ്ങളുടെ റബ്ബേ, അവർക്ക് നീ 2 ഇരട്ടി ശിക്ഷ നൽകുകയും അവർക്ക് നീ വൻ ശാപമേൽപ്പിക്കുകയും ചെയ്യണമേ എന്നും അവർ പറഞ്ഞു പോകും. എന്താണ് പ്രിയപ്പെട്ടവർ ഈ പറയണത്? മനുഷ്യൻ മരിച്ചിട്ട് പരലോകത്ത് ചൊല്ലുമ്പോൾ ഈ അള്ളാന്റെ ആയത്തും റസൂലുള്ളാന്റെ സുന്നത്തും ഒക്കെ അവരെ മുന്നിലുണ്ടായിട്ടും അതിലേക്കൊന്നും വരാതെ പൂർവികർ, പാരമ്പര്യം, താവഴി, ഭൂരിപക്ഷം, ആൾക്കൂട്ടം എല്ലാവരും അവിടെയാണ്, ഞങ്ങളുടെ നാട്ടിലെ നേതാക്കന്മാരൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് കിതാബൊന്നും സുന്നത്തൊന്നും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തുനിന്നൊക്കെ മാറി നിൽക്കുന്നവർ പറയും, അല്ലാഹുവേ ഇവർ ഞങ്ങളെ പഴപ്പിച്ചു റബ്ബേ, ഞങ്ങളെ വഴിതെറ്റിച്ചു റബ്ബേ, അതുകൊണ്ട് അവർക്ക് 2 ഇരട്ടി ശിക്ഷ കൊടുക്കണം. എവിടുന്ന്? അവിടുന്ന്. ഒരു പ്രയോജനമില്ല, ഒരു പ്രയോജനമില്ല. ഞാൻ അവസാനിപ്പിക്കുന്നിടത്ത് ഒരു ആയത്താണ് ഞാൻ ഉപയോഗിക്കുന്നത്. ജീവിതത്തിൽ ഏത് നിമിഷവും മലക്കുകൾ വരും, എൻ്റെയും നിങ്ങളുടെയും റൂഹിനെ പിടിക്കും. അങ്ങനെ ഞാനും നിങ്ങളും കട്ടിലിലോ അല്ലെങ്കിൽ മറ്റോ ഇങ്ങനെ മയ്യത്താക്കി നമ്മളെ കിടത്തും. എന്നിട്ട് നമ്മുടെ ആളുകൾ നമ്മളെ കുളിപ്പിക്കും, കഫംപുട വച്ചിട്ടും. എന്നിട്ട് നമ്മുടെ മുന്നിൽ വന്നു നിന്നിട്ട് നമ്മുടെ സഹോദരിമാരും സഹോദരങ്ങളും മയ്യത്ത് നിസ്കരിക്കും. اللهم اغفر له وارحمه وعافه واعف عنه واكرم نزله ووسع مدخله واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الابيض. അങ്ങനെ തുടങ്ങി وابدله دارا خيرا من داره واهلا خيرا من اهله وزوجا خيرا من زوجه. പ്രിയപ്പെട്ടവള് പ്രിയപ്പെട്ടവന്റെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു പോണത്, അല്ലാഹുവേ എൻ്റെ ഈ ഭർത്താവിന് നല്ലൊരു വീട് നൽകണേ, നല്ല കുടുംബത്തെ നൽകണേ. 35 കൊല്ലക്കാലം പ്രിയപ്പെട്ടവന്റെ ഭാര്യയായിട്ട് കഴിഞ്ഞു പോയവളാണ്. അവൾ തൻ്റെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയോ? അല്ലാഹുവേ എൻ്റെ ഭർത്താവിന് നീ നല്ലൊരു ഇണയെ നൽകണേ, നല്ലൊരു ഭാര്യയെ നൽകണേ. നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ആ പ്രാർത്ഥന? പ്രിയപ്പെട്ട ഭാര്യയുടെ മയ്യത്ത് മുന്നിൽ വെച്ചിട്ട് ഭർത്താവും പ്രാർത്ഥിച്ചു പോകുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ അല്ലാഹുവേ എൻ്റെ പ്രിയപ്പെട്ടവളാണ്, എൻ്റെ പൊന്നു ഭാര്യയാണ്, എൻ്റെ മക്കളുടെ പൊന്നുമ്മയാണ്, ഇവൾക്ക് നീ നല്ല ഇണയെ, നല്ല ഭർത്താവിന് നൽകണേ. മരണത്തോടുകൂടി എല്ലാ ബന്ധങ്ങളും മറ്റു പോവുകയാ. ആരാലോചിച്ചു? ആരാ അതിനെക്കുറിച്ച് ചിന്തിച്ച്? ആരാ അതിനെക്കുറിച്ച് ഉറ്റാലോചിച്ച? ആ നേരത്താണ് കുറ്റവാളി പറഞ്ഞു പോകുന്നറിയോ? ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബിർജിഊൻ. അല്ലാഹുവേ ഞങ്ങളെ നീ ഒന്ന് മടക്കണേ, ഞങ്ങൾ ശിർക്കിലാണ്, തൗഹീദിലേക്ക് വരാം. ഞങ്ങൾ നിസ്കരിച്ചിട്ടില്ല, നിസ്കരിച്ചോളാം. സക്കാത്ത് കൊടുത്തിട്ടില്ല, സക്കാത്ത് കൊടുത്തോളാം. ഇസ്ലാമിന്റെ വസ്ത്രം ധരിച്ചിട്ടില്ല, കല്യാണപ്പുരയില്ല, നിസ്കരിച്ചിട്ടും കൂടിയില്ല. പർദ്ദയല്ല ധരിച്ചത്, വൃത്തികെട്ട വേഷ ധരിച്ചത്. ളുഹറും ഇല്ല, അസറും ഇല്ല, മുഖത്തൊക്കെ ഗിൽറ്റുണ്ട്, മിനുക്കുണ്ട്. മുക്കാ കൈ കുപ്പായാണ്, അരക്കൈ കുപ്പായാണ്. തലയിലൊക്കെ ഇസ്ലാമിന്റെ മഫ്തക്ക് പകരം മുല്ലപ്പൂവാണ്. ഞാൻ കല്യാണപ്പെണ്ണ, ഞാൻ കല്യാണപ്പെണ്ണിന്റെ ഏട്ടത്തിയ, ഞാൻ കല്യാണപ്പെണ്ണിന്റെ ഉമ്മയാ. അല്ലാഹുവേ എന്നെ ഒന്നും മടക്ക്, ഞാൻ നിസ്കരിച്ചിട്ട് വരാം. അല്ലാഹ് പറഞ്ഞ വക്കുന്നൊരൊക്കല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. പ്രിയമുള്ളവരെ, മരിക്കുന്ന നേരത്തെ മനുഷ്യന്റെ വിലാപമാണത്. മടങ്ങാം, ഒരു തിരിച്ചുപോക്ക്, ഒരു കുറഞ്ഞ സമയം, ഒന്ന് നന്നാകാനുള്ളൊരവസരം. 60 കൊല്ലം ജീവിച്ചിട്ട് നന്നാകാത്തവൻ, 90 കൊല്ലവും ജീവിച്ചിട്ട് നന്നാകാത്തവൻ, 40 വർഷം അവൾ ഇവിടെ ജീവിച്ചു, എന്നിട്ട് അവൾ നന്നായില്ല. മരിക്കുന്ന നേരത്ത് അവൾ പറഞ്ഞു പോകും, അല്ലാഹുവേ നീ എന്നൊന്ന് തിരിച്ചേക്കണേ, ഞാൻ നന്നായിട്ട് തിരിച്ചു വരാറേ. അല്ലാഹ് പറയില്ല, നടക്കൂല, പറ്റൂല. ഇന്നഹ കലിമത്തുൻ, അതൊരു വെറും വാക്കാണ്. അവനതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. വമി വറാഇഹിം ബർസഖുൻ, അവന്റെ പുറകിൽ ബർസഖുണ്ട്, മറ. മരിച്ചാൽ പിന്നെ അടക്കുന്ന സ്ഥലം ഖബറാകട്ടെ, മത്സ്യത്തിന്റെ വയറാകട്ടെ, എന്തായാലും ശരി. ഏതുവരെ? വമി വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാനത്തിന്റെ നാൾ വരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മലക്കുൽ മൗത്ത് വരുന്നതിന് മുമ്പ്, ഖബറിലേക്ക് വെക്കുന്നതിന് മുമ്പ്, അല്ലാഹുവിലേക്ക് ഉയർത്തിപ്പോകുന്നതിന്, പുനരുദ്ധാനത്തിന്റെ മുമ്പ്, റബ്ബ് മഹ്ശറയിൽ വിളിക്കുന്നതിന് മുമ്പ്, അല്ലാഹു ഹിസാബിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്, നമ്മുടെ കിതാബ് ഇടത്തെ കൈയിലേക്ക് വരുന്നതിന് മുമ്പ്
ശിർക്കിൽ നിന്നൊഴിവായി, ബിദ്അത്തിൽ നിന്നൊഴിവായി, ഹറാമിൽ നിന്നൊഴിവായി തൗഹീദിലും സുന്നത്തിലും ഹലാലിലും ഇബാദത്തിലുമായി ജീവിച്ചു മരിക്കാൻ